തേജസ്വിനി പുഴ കരകവിഞ്ഞതോടെ വിവിധ മേഖലകളിൽ വെള്ളം കയറി. അതോടൊപ്പം തന്നെ നിരവധി വീടുകളിൽ വെള്ളം കയറി. നിരവധി ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കടക്കം മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യമുണ്ടായിരുന്നു. ഈ പ്രദേശങ്ങൾ ഇപ്പോൾ കാഞ്ഞങ്ങാട് MLA ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ രാവിലെ മുതൽ സന്ദർശിക്കുന്നുണ്ട്. എങ്ങനെയാണ് നിലവിലുള്ള ഒരു സാഹചര്യം? ഇന്നലെയുണ്ടായ ശക്തമായ മഴയിൽ വെള്ളരിക്കുണ്ട് താലൂക്കിൽ പ്രത്യേകിച്ച് വലിയ തോതിൽ വെള്ളം കയറിയിട്ടൊക്കെയുണ്ട്. ക്നാനൂർ പഞ്ചായത്തിലെ പുലിയന്നൂർ, അണ്ടോൾ, കിമാല, പാറക്കോൽ, ക്നാവൂർ ഇത്രയും പ്രദേശങ്ങളിൽ, കണിയാര ഇത്രയും പ്രദേശങ്ങളിൽ വെള്ളം കയറി ഒരുപാട് കുടുംബങ്ങളെ മാറ്റി താമസിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. ചില ക്യാമ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. ക്നാവൂർ സ്കൂളിൽ ഇന്നലെ രാത്രി തന്നെ ഏതാണ്ട് ഒരുപാട് കുടുംബങ്ങൾ അവിടെ മാറി താമസിച്ചിട്ടുണ്ട്. അണ്ടോൾ ദേശസേവിനി വായനശാലയിൽ ഇപ്പോഴും കുറേ കുടുംബങ്ങൾ താമസിക്കുകയാണ്. അപ്പോൾ അവരുടെ മറ്റു കാര്യങ്ങൾ, ഭക്ഷണം, മറ്റു കാര്യങ്ങളൊക്കെ റവന്യൂ വകുപ്പിനുമായി ബന്ധപ്പെട്ട് ആവശ്യമായത് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വെള്ളം കുറേശ്ശെ താണു വന്നിട്ടുണ്ട്. അതുകൊണ്ടൊരു ആശങ്ക മാറി തുടങ്ങിയിട്ടുണ്ടല്ലേ? ആശങ്ക മാറി. ഇത് മഴയുടെ ഭാഗമായല്ല, ഇന്നലെ മലയോരത്തുണ്ടായ ഉരുൾപൊട്ടലിൽ വന്ന ശക്തമായ വെള്ളം ഒഴുക്കിലാണ് പ്രധാനമായും ഇങ്ങനെ വന്നതെന്നാണ് പ്രതീക്ഷിക്കുന്നത്, തോന്നുന്നത്. അങ്ങനെ ഒരു വലിയ മഴ ഈ പ്രദേശത്തുണ്ടായിട്ടില്ല. പക്ഷേ അവിടെയടുത്ത് ഉരുൾപൊട്ടലിലാണ് ഇത്ര വലിയ. ഈ ആദ്യഘട്ടത്തിൽ നാട്ടുകാരും അതോടൊപ്പം തന്നെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെയാണ് ക്യാമ്പുകൾ തുറക്കുന്നതിനും ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നതിനും ഇടപെട്ടത്. ഇപ്പോൾ സർക്കാർ തലത്തിൽ ഇടപെടലുകളും ഒക്കെ വന്നു തുടങ്ങിയോ? ഇന്നലെ രാത്രി തന്നെ ഈ വീടുകളിലൊക്കെ വെള്ളത്തിന് ഇതായതുകൊണ്ട് തന്നെ അവരെയൊക്കെ മാറ്റിപ്പാർപ്പിക്കാൻ പൊതുപ്രവർത്തകരും പിന്നെ അതുപോലെ തന്നെ ജനപ്രതിനിധികളും എല്ലാവരും വലിയ ഇടപെടൽ നടത്തി. രാത്രി കസേരയിലും മറ്റൊക്കെ ഇരുത്തിയാണ് പിന്നെ ക്യാമ്പുകളിലൊക്കെ എത്തിച്ചത്. അപ്പോൾ അതിന് ശേഷം റവന്യൂ അധികാരികളൊക്കെ ബന്ധപ്പെട്ട് അതുപോലെ തന്നെ പഞ്ചായത്ത് ഇക്കാര്യത്തിൽ കാര്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. റവന്യൂ അധികാരികൾ വേണ്ട ഇടപെടൽ നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ആ പുഴയിൽ നിന്ന് വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആശങ്ക ചെറുതായി മാറി വരുന്നു. കാക്കടവ് മുതൽ ഈ കാര്യങ്കോട് വരെയുള്ള വിവിധ മേഖലകളിൽ പുഴയുടെ ഇരുവശങ്ങളിലുമുള്ള നിരവധി കുടുംബങ്ങളെയാണ് മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യം വന്നത്. ഇതിൽ കുറച്ചുപേർ ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. വെള്ളം ഇറങ്ങി തുടങ്ങിയ സാഹചര്യത്തിൽ ചിലർ വീടുകളിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ വിവിധ സ്ഥലങ്ങളിൽ വീടുകളിൽ ചെളി ഉൾപ്പെടെ അടിഞ്ഞ സാഹചര്യത്തിൽ ഇവരുടെ താമസയോഗ്യമാക്കുക എന്നത് ഒരു വലിയ ബുദ്ധിമുട്ടാണ്. അത്തരം പ്രവർത്തനങ്ങളിലേക്കാണ് ഇനി കടക്കേണ്ടത്.